ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് അവൾ ബ്യൂട്ടീഷ്യനാണ് പഠിക്കണേ. അപ്പോൾ ബ്യൂട്ടീഷ്യന് ഒരു എക്സാമാണ്. സോ അതിന് ഞാനൊരു ബ്രൈഡൽ ആവാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്യൂട്ടീഷ്യൻ. അപ്പോൾ നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ബംഗാളി ബ്രൈഡൽ മേക്ക് ഓവർ ആട്ടോ. അപ്പോൾ ലെൻസ് നമ്മൾ വെച്ചു, പക്ഷേ അതിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറേ വെള്ളമൊക്കെ വന്നു, എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അപ്പം തന്നെ ഐ മേക്കപ്പിലോട്ട് പോയി. പിന്നെ എന്താ പറയുക, ലെൻസ് വെച്ചിട്ട് എനിക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ അതിങ്ങനെ ബ്രഷൊക്കെ തൊടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരണ്ടായിട്ടാ. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ വോയിസ് ഓവർ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇത്രയും വൈകി ഡിലേ ആയിട്ട് ഇട്ടേ. പിന്നെ ഞാൻ മുഖത്ത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ പുട്ടിയൊക്കെ ഇട്ടിട്ട്, പുട്ടിയല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ടു. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറേ ഉണ്ടെന്ന്, പക്ഷേ കുറേ ഇല്ല, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ മാലക്കോഴി, പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണം, അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പുട്ടായിട്ടിരിക്കുകയെന്ന്, പക്ഷേ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ കഴുത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ണ് എഴുതി തുടങ്ങിയിട്ട്, കണ്ണ് എഴുതി തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുഖത്തൊരു കുറച്ചുകൂടി വെളിച്ചമൊക്കെ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ണ് എഴുതിയത്, നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 8 മണി 8:30 ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉറക്കം വന്നിട്ടാ, അതാണ് എനിക്കൊരു ഇതില്ലാണ്ടിരിക്കണത്. പിന്നെ നമ്മൾ കണ്ണിൽ മസ്കാര ഇട്ടു. പിന്നെ എന്തൊക്കെയോ ഞാൻ അതിൽ പറയണ്ടേ, എനിക്കതൊന്നും മനസ്സിലാവണ കൂടിയില്ല. പിന്നെ ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ, കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസൊക്കെ ഇങ്ങനെ സെറ്റാക്കി വരുന്നുള്ളൂ. ഞാൻ എല്ലാം സെറ്റാക്കാം. പിന്നെ ഈ മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ലിപ് ലൈനർ വരച്ചു, പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. അപ്പോഴേക്കും ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഐലാഷസ് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആയതേ വരണു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സമയം നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവാണ്. പിന്നെ നമ്മൾ പൊട്ട് കുത്തിയിട്ടാണ്, ഈ ചന്ദ്രക്കല ഉള്ള പൊട്ടാണ് നമ്മൾ കുത്തിയത്. പിന്നെ അവർ ഈ ബംഗാളികൾ ഇങ്ങനെ ഈ പുരുക്കത്തുമ്മയ്ക്ക് ഇങ്ങനെയുള്ള കുറേ ഡ്രോയിങ്സൊക്കെ അവർ വരയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഇതിലാണ് നമ്മൾ വരയ്ക്കണേ, പക്ഷേ എക്സാക്റ്റ് സംഭവം അതേപോലെയൊക്കെ തന്നെ ആയിട്ടാണ്. പിന്നെ അത് ഭയങ്കര എനിക്കിഷ്ടമാവുകയും ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി എടുത്തു ഞങ്ങൾ. പിന്നെ നമ്മൾ മാല ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഇത് ആ സരസ്വതിയുടെ ആ സംഭവം എടുത്ത് നിൽക്കണതിനോണ്ട് അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെയും 2-3 നമ്മൾ വെച്ച് നോക്കിയിട്ട് അതിൽ നമ്മൾ ഇതെന്താ ഇതും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടണ്ടായില്ല. പിന്നെ ലാസ്റ്റാണ് നമ്മൾ പക്ഷേ ഇത് സിമ്പിളാണ് വേണ്ടേ, പക്ഷെ ഇത് കുഴപ്പമില്ല. ഒരുമിച്ചിടണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഇപ്പം നമ്മുടെ സരസ്വതി ദേവിയൊക്കെ ഇരിക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ മുടി ശരിയാക്കായിരുന്നു. അപ്പോൾ മുടിയൊക്കെ കുറച്ചുകൂടി എന്താ പറയുക ഫ്രിസി ആയിട്ട് കിടക്കണ്ടായേ, അപ്പോൾ അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാം ഇങ്ങനെ ഓരോന്ന് ശരിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ മുടിയും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ ലുക്കെല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ മുടി കെട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ച് ഫാസ്റ്റ് ആക്കിയായിരുന്നു, കുറച്ച് വൈകിയായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്ത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ എന്താ പറയുക വേറെ വീഡിയോസൊന്നും കിട്ടിയില്ല കേട്ടോ. കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ അതിൻ്റെ ഫോട്ടോസും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സമയം കയ്യിൽ പിടിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തത്. എന്താ പറയുക, എനിക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരണം. അപ്പോൾ 1-1.5 മണിക്കൂർ ഉണ്ടാവും. പിന്നെ ആലുവ കഴിയുമ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സമയം എടുത്ത് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ കിട്ടിയേക്കണേ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയുള്ള എൻ്റെ വീഡിയോ.